വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെ സമാപിച്ചു. 25ാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കുന്ന സ്മരണികയുടെ കവർ പ്രകാശനവും നടന്നു. വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം പ്രശസ്ത പിന്നണി ഗായികയും അഭിനേത്രിയുമായ രശ്മി സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എപ്പോഴും കാണുന്നത്, അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ സുരേച്ചിയാണ്, നിങ്ങളുടെ ടീച്ചറാണ്, ഞാൻ ചേച്ചിയാണ് വിളിക്കുന്നത്. അപ്പോൾ സുരേച്ചിയാണ് ഇവിടത്തേക്ക് ക്ഷണിച്ചത്. അപ്പം ഇവിടെ വന്ന് എല്ലാവരുടെയും ഒപ്പം കുറച്ച് സമയം ഇവിടെ ഉണ്ടാവാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷമുള്ളൊരു കാര്യമായിട്ട് വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇപ്പോൾ പല വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺടെസ്റ്റിലായിരിക്കാം ഇന്നിപ്പോൾ ഇവിടെ ഒരു ഗ്രാൻഡ് ഫിനാലെ നടക്കും. പക്ഷേ അതിൻ്റെ ഒരു സമാപന സമ്മേളനം നടക്കുന്നത് നമ്മുടെ ദിനത്തിൻ്റെ അന്ന് തന്നെയാണ്. അപ്പം ശരിക്കും അതിൽ നിന്ന് തന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അറിയാം, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ അതത്ര എളുപ്പം നമ്മൾ നേടിയെടുത്ത ഒന്നുമല്ല. വളരെ കാലം മുമ്പ് ഒരുപാട് മനുഷ്യർ അതിനു വേണ്ടിയിട്ട് പോരാടിയും സംസാരിച്ചും ജീവിച്ചും ഒക്കെ നേടിയെടുത്ത ഒരു കാര്യമാണ്. കരയോഗം പ്രസിഡന്റ് CP ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ NR അജിത് സ്വാഗതം പറഞ്ഞു. സ്കൂളിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കുന്ന സ്മരണികയുടെ കവർ പ്രകാശനം മാനേജർ KC ശശികുമാർ നിർവഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഉദ്ഘാടനം മുൻ പ്രിൻസിപ്പൽ G കല നിർവഹിച്ചു. നമ്മുടെ വളയണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 25ാമത്തെ വാർഷികം നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് 9-ാം തീയതി ആരംഭിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികളോടെ അത് ആഘോഷം ഇന്ന് പര്യവസാനിക്കുകയാണ്. നമ്മുടെ ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ സിൽവർ ജൂബിലിയുടെ സമാപനത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ അറിയപ്പെടുന്ന പിന്നണി ഗായികയും സംവിധായികയും അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന ചലച്ചിത്ര നടിയും കൂടിയായിട്ടുള്ള രശ്മി സതീഷാണ്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാഠ്യരംഗത്തും അതോടൊപ്പം തന്നെ കലാകായിക മേഖലയിലും വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ യശസ് വർദ്ധിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചത്. മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള വ്യക്തിത്വ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പരിപാടികൾ, അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ഇൻറ്ററാക്റ്റീവ് സെഷൻസ് എന്നിവ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് നാടിന് തന്നെ വളരെ ആവേശമായി മാറുന്ന ഒരു വർഷം സമ്മാനിക്കാൻ നമുക്ക് സാധിച്ചു. ഇതിൽ മാനേജ്മെൻറ്റിൻ്റെയും PTA അതോടൊപ്പം തന്നെ സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും HM ഉൾപ്പെടെയുള്ള നമ്മുടെ മുഴുവൻ അധ്യാപകരുടെയും സമഗ്രമായിട്ടുള്ള ഒരു സംഭാവന നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ നാടിന് വെളിച്ചമാകുന്ന ഏതാണ്ട് 100 വർഷത്തിൽ കൂടുതൽ മൊത്തം പ്രവർത്തന പാരമ്പര്യമുള്ള ഹയർ സെക്കൻഡറി ആരംഭിച്ച് 25 വർഷം പൂർത്തിയാക്കുന്ന സ്ഥാപനത്തിൻ്റെ യശസ് ഉയർന്ന രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇനിയും സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ, നമ്മുടെ സ്റ്റാഫിൻ്റെ പേരിൽ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും പേരിലുള്ള ആശംസകളും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. മഴുവന്നൂർ പഞ്ചായത്ത് മെമ്പർ അബിൻ ഗോപിനാഥ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ G ആനന്ദകുമാർ, PTA പ്രസിഡന്റ് കീഴിലം ഉണ്ണികൃഷ്ണൻ, മാതൃസംഘം ചെയർപേഴ്സൺ ഷീജ എൽദോസ്, പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ P വൈശാഖൻ, സ്മരണികയുടെ കവർ തയ്യാറാക്കിയ പൂർവ്വ വിദ്യാർത്ഥിയും ആർട്ടിസ്റ്റുമായ അനൂപ് CA, സ്റ്റാഫ് സെക്രട്ടറി D സൂരജ എന്നിവർ സംസാരിച്ചു. രശ്മി സതീഷിന്റെ അതിമനോഹരമായ ഗാനങ്ങളും കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാമുകളും വേദിയെ വ്യത്യസ്തമാക്കി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.